പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ തട്ടിപ്പ്, ഡോക്ടർക്ക് നഷ്ടപ്പെട്ടത് 12 കോടി രൂപ. പൂനെ. ഓൺലൈൻ ഓഹരി വ്യാപാര തട്ടിപ്പിലൂടെ പൂനെയിലെ 75-കാരനായ ഡോക്ടർക്ക് നഷ്ടമായത് 12.31 കോടി രൂപ. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് അജ്ഞാത നമ്പറിൽ നിന്ന് ഡോക്ടർക്ക് സന്ദേശം ലഭിച്ചത്. നിക്ഷേപത്തിന് ചുരുങ്ങിയ ദിവസം കൊണ്ട് വൻ ലാഭമെന്നായിരുന്നു വാഗ്ദാനം. അതിൽ ഓഹരികളുടെ ഒരു ലിസ്റ്റും ഒരു ലിങ്കും ഉണ്ടായിരുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ആഗോള സാമ്പത്തിക മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ സീനിയർ എക്സിക്യൂട്ടീവുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഡോക്ടറെ അംഗമാക്കി. അവരിൽ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എഴുതുന്ന വ്യക്തിയാണെന്ന് അവകാശപ്പെട്ടിരുന്നു. ഡോക്ടർ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു വ്യാജ ട്രേഡിംഗ് സ്ഥാപനത്തിന്റെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ പങ്കിടാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മാർച്ച് 7-നും 18-നും ഇടയിൽ ഡോക്ടർ 12.31 കോടി രൂപയുടെ 8 ഇടപാടുകൾ നടത്തി. കൂടുതൽ നിക്ഷേപിക്കാൻ മടിച്ചപ്പോൾ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പണം കൈമാറ്റം തുടരാൻ നിർബന്ധിച്ചെന്നും പോലീസ് പറഞ്ഞു. അപ്പം കിട്ടേണ്ടെല്ലാം കിട്ടിയെല്ലാം ആയ പോകണ്ടെല്ലാം പോയതാണ് പോലീസിനെ വിളിക്കാൻ തോന്നിയത്. എൻ്റെ ഡോക്ടർ നിങ്ങളുടെ ഭാഷ അറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പഠിച്ച് ഇത്രയും കോടി റുപ്യ ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമോശം ഉള്ള ഒരു ഭാഗം നിങ്ങളുടെ തലച്ചോറിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 12 കോടി ആസ്തികൾ നിങ്ങൾ പിന്നെയും എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇതേപോലെ നമ്മുടെ നാട്ടിലും ഡോക്ടർമാരിലും തട്ടിപ്പിൽപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ധനം അതിമോഹം ചക്രം ചവിട്ടുന്നൊരു മലയാളം വാക്കുണ്ട്. അതുകൊണ്ട് പ്ലീസ്, നമ്മൾക്കൊന്നും കയ്യിലില്ല, എന്തായാലും നമ്മൾക്കും ചെറിയ ചെറിയ തട്ടിപ്പെല്ലാം പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നില്ല, എന്ന് പറയാതിരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗ്രത. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള പൈസ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ഏതൊരാളുടെയും കടമയാണ്. ഇത്തരം തട്ടിപ്പുകാരെല്ലാം എന്താണ് വേണ്ടത്? ഇഞ്ചി ചതക്കുന്ന പോലെ ചതക്കണ്ടേ ഇട്ടിട്ട് എന്ന് തോന്നിപ്പോന്നു. ഏതായാലും അതിമോഹം ചക്രം ചവിട്ടിയതാണ്. ഡോക്ടർക്ക് MBBS-ഉം അതിനപ്പുറവും ഡിഗ്രിയെല്ലാം നേടാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും ഈ പൈസ തട്ടിപ്പുകാരെ തിരിച്ചറിയാനില്ല എന്താ പറയണ്ട കോമൺ സെൻസ് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത് വെറുതെ തമാശക്ക് പറഞ്ഞതല്ല, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മാത്രമേ നമ്മൾക്ക് വേണ്ടൂ. അതേപോലത്തെ തട്ടിപ്പിലേക്കൂടി ഉണ്ടാകുന്ന പൈസ വേണ്ട എന്ന് എല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഇത്തരം തട്ടിപ്പുകാർക്ക് വേറെ പണി നോക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ശശിധരൻസ് വ്ലോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഏവർക്കും ശശിധരൻസ് വ്ലോഗിൻ്റെ ഇത്രയും മുഴുവൻ വായിച്ച ശശിധരൻസ് വ്ലോഗിൻ്റെ വ്യൂവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.